ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണാശംസകൾ. ഞാനിപ്പം ഓണത്തിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. എനിക്കത് ഓണത്തിൻ്റെ അന്നാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ അന്ന് പിള്ളേർ സ്കൂളിൽ പോയി. രാവിലെ ഇപ്പം സ്കൂളിൽ പോയി പ്രതിച്ചായൻ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞ് വീടിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഇന്നിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് നാളെ ഓണത്തിനുള്ള പരിപാടി അതെല്ലാം നോക്കണം. ഇന്നേ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കണം എനിക്ക്. അപ്പം അതിന് ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത് തീർക്കുവാണ്. ഇതിപ്പം മുയലിന് വാങ്ങി വച്ചേക്കുന്നതാണ് 2-3 ദിവസത്തേക്കുള്ളത്. കോളിഫ്ലവറും പിന്നെ ഇത് വന്നിട്ട് ചോളം. ഇതിങ്ങനെ അതങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കഴിച്ചോളും. ഇത് ഞങ്ങൾ കഴിക്കാൻ എടുക്കത്തില്ല ഈ ചോളം. ഇത് വേവിച്ചാലും ഒരു അത്ര ടേസ്റ്റൊന്നും കാണത്തില്ല. സ്വീറ്റ് കോൺ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇത് സ്വീറ്റ് കോൺ അല്ല, സാധാരണ കോണാണ്. പിന്നെ ഇത് മല്ലിയില 2 കെട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് കുറച്ചുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ക്യാരറ്റ് ഇന്നലെ കൊടുത്തു. ബാക്കി ക്യാരറ്റാണത്. അപ്പോൾ ഇത് ഒരു 2-3 ദിവസത്തേക്ക് മുയലിനുള്ള ഭക്ഷണമായി. അതിപ്പോൾ ഇങ്ങനെ ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങിക്കൊണ്ടുവരും. ഇപ്പോൾ ഈ എണ്ണക്കുപ്പി ഞാൻ ഇപ്പോൾ കാലിയായതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ കാണിക്കാം. ഇവിടെ ചെക്കിലാട്ടി എണ്ണ അങ്ങനെ വാങ്ങി വച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് ബാക്കി ചോറും കറിയും എല്ലാം ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്. ഇന്ന് ബീറ്റ്റൂട്ട് തോരനും പിന്നെ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ കിച്ചണെല്ലാം ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഇപ്പം നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ കഴുകി വാരി വെക്കണം, നാളത്തേക്ക് ചെയ്യാനായിട്ടുള്ളതൊക്കെ. അപ്പം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കുറേശ്ശെ അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ കുറച്ച് 1-2 ഐറ്റംസ് കൂടുതൽ വരും. അപ്പോൾ എല്ലാം കൂടെ രാവിലെ ഇരുന്ന് അരിഞ്ഞ് ചെയ്യാനുള്ള സമയമില്ല. തേങ്ങ ചിരണ്ടി വെക്കുന്ന ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തു വെക്കും. അതായത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഇതിൻ്റെ ഓണത്തിൻ്റെ തലേദിവസമാണ്. അപ്പോൾ അന്നേ ഞാൻ ചെയ്തു വെക്കും. പിന്നെ ക്ലീനിങ് ആണ് ഓണത്തിന്. അപ്പോൾ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്നാ പറഞ്ഞാലും ആദ്യം വീടൊരു ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഓൾമോസ്റ്റ് എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പേ തുടങ്ങിയായിരുന്നു ക്ലീനിങ് ഒക്കെ. ജനലും കതവും തുടയ്ക്കുക, പിന്നെ അലമാരിയെല്ലാം ഒന്ന് അടുക്കുക, സ്റ്റോർ റൂം അടുക്കി, പിന്നെ ഫാനൊക്കെ തുടച്ചു, ചുക്കിലിയെല്ലാം അടിച്ച് വീടെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു. ഇതിപ്പം ഡെയിലി വർക്കാണ്. നമ്മുടെ ഡൈനിങ് ടേബിൾ എന്നൊക്കെ പറയുന്നത്, വാഷ് ബേസിൻ എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി ക്ലീൻ ചെയ്യണം. പിള്ളേരെല്ലാം പോയി കഴിഞ്ഞാൽ അതെല്ലാം വളരെ വൃത്തികേടായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് ഞാനിപ്പം ഡൈനിങ് ടേബിളും പിള്ളേരുള്ള വീട്ടിൽ ഇങ്ങനത്തെ ഡൈനിങ് ടേബിൾ വാങ്ങുന്നത് ഭയങ്കര പാടാണ്. ഒന്നുകിൽ അതിൻ്റെ മേളിൽ കവർ വാങ്ങിയിടണം. കവർ ഓർഡർ കൊടുത്തോന്നറിയത്തില്ല, കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വാങ്ങിയിട്ട് വേണം ഇതിൻ്റെ മുകളിൽ ഇട്ട് വെക്കാൻ. അപ്പോൾ ഭയങ്കര പാടാണ്. ഇതിങ്ങനെ കോളിന് ഉപയോഗിച്ച് തന്നെ നമ്മൾ തുടയ്ക്കണം. അല്ലെങ്കിൽ ഒരു കൈ വെച്ചാലേ ഇതിങ്ങനെ പാടാകുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ ഇടണമെങ്കിൽ ഇങ്ങനെ ഡെയിലി അത് തുടച്ചും ഒക്കെ ഇടണം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു കവർ അങ്ങ് വാങ്ങിയിട്ടേക്കുവാണെങ്കിൽ കുഴപ്പം വരത്തില്ല. അപ്പം ഞാൻ ഏകദേശം വീട്ടിലെ എൻ്റെ ക്ലീനിങ് ജോലിയൊക്കെ ഇങ്ങനെ തീർത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്തത് നമുക്കുള്ളത് കോഴിയുടെ കാര്യമാണ്. അപ്പം ഞാൻ കോഴിക്ക് റേഷനരി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊരു ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട് വിസിൽ വിട്ടെടുത്താൽ കോഴിക്കും താറാവിനും മുയലിനും എല്ലാവർക്കും കൊടുക്കാനുള്ളതാകും ഈ ചോറ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ തവിടൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരി ഞാൻ എപ്പോഴും മേളിലെ ഒരു അടുപ്പുണ്ട്, അവിടെ ഇങ്ങനെ ചിരട്ടയും വിറകൊക്കെ വെച്ച് അവിടെയായിരുന്നു ഇട്ട് വേവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, കാറ്റടിക്കുന്നു, അതുകൊണ്ടൊക്കെ ഇപ്പോൾ കുക്കറിലോട്ട് ഒരു വിസിൽ വിടുവാണ് ചെയ്യുന്നത്. ഇതാണ് എണ്ണ. ഇത് ഇവിടെ അടുത്തുള്ള ചെക്കിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചേക്കുന്നതാണ്. ഇതിങ്ങനെ 4-5 കുപ്പി വാങ്ങി വെച്ചാൽ നമുക്ക് 1 മാസം 1.5 മാസത്തേക്കൊക്കെ ആയിക്കോളും. പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ദോശയ്ക്ക് ഒഴിക്കാൻ വേണ്ടി മാത്രം ഫോർച്യൂണോ എന്തെങ്കിലും വാങ്ങുമോ, അല്ലെ കടലെണ്ണയോ നല്ലെണ്ണയോ വാങ്ങി വെക്കും. ഇപ്പം ഞാൻ ഇത് സ്റ്റോർ റൂമല്ല, ഇത് ഡൈനിങ് ഹാളിലൊരു അലമാരിയുണ്ട്, അവിടെ അടുക്കിയതാണ് ഈ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ അരിയൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ക്ലീനിങ് സാധനങ്ങൾ, അരി, ഇതെല്ലാമാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് റേഷനരി ഉണ്ട്. നമ്മൾ കഴിക്കുന്ന, ഇപ്പം ഞാൻ എടുത്ത് കാണിക്കുന്നത് ഞങ്ങൾ കഴിക്കുന്ന പൊന്നിയരിയാണ്. ഇതാണ് പൊന്നിയരിയാണ്. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന റേഷനരി ഉണ്ട്, പച്ചരി ഉണ്ട്, പിന്നെ ഗോതമ്പുണ്ട്. അങ്ങനെ എല്ലാം ഓരോ കവറിൻ്റെ അകത്താക്കി അവിടെ വെച്ചേക്കുവാണ്. പിന്നെ ഇങ്ങനെ അലമാരിക്കൊക്കെ വിരിക്കാനായിട്ടുള്ള പേപ്പറുകൾ, അതെല്ലാം ഇങ്ങനെ ഞാൻ ഏറ്റവും അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പം നമ്മുടെ എന്നാ സാധനങ്ങൾ തീർന്നതിൻ്റെയൊക്കെ ഇപ്പോൾ ലിസ്റ്റും എടുത്ത് വെക്കാൻ പറ്റും. നമ്മളെല്ലാ മാസവും എല്ലാ വീടിൻ്റെ എല്ലാ കോണും മൂലകളിലോട്ട് നമ്മുടെ കയ്യും കണ്ണും ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിലെ തീർന്ന സാധനങ്ങളിലൊക്കെ ഇതിൻ്റെ ലിസ്റ്റ് എടുത്ത് വെക്കാനും ഇനി എന്നൊക്കെ വാങ്ങണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇല്ലാത്തത് ഇതിനൊക്കെ അപ്പോൾ ഒരു ലിസ്റ്റ് എഴുതി വെക്കുവാണെങ്കിൽ നമുക്കത് പുറത്ത് പോകുന്ന സമയത്ത് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇനി ഇത് കാണിച്ചേക്കുന്നത് അയൺ ചെയ്യാനുള്ള തുണിയാണ്. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ എല്ലാവരുടെയും വീട്ടിൽ എവിടെയെങ്കിലും കാണാത്തടത്ത് കൊണ്ടുപോയി പാത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അങ്ങനെയാണ്, ആരും കാണാത്തടത്ത് കൊണ്ടുപോയി പാത്ത് വെക്കും. പക്ഷേ ഇതിപ്പോൾ ഞാൻ എടുത്ത് കട്ടിലെ തന്നെ വെച്ച്, കാരണം ഇന്നിപ്പോൾ പണിയെല്ലാം തീർത്തിട്ട് വേണം ഇത് പെട്ടെന്നിരുന്ന് അയൺ ചെയ്തെടുക്കണം. പിന്നെ ഒത്തിരി പണിയുണ്ട്, കുറേ പണി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം അയൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഞാനൊരു പടവോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടോ ഒക്കെ ഇട്ടിട്ട് ഇരുന്നുകൊണ്ട് അങ്ങ് അയൺ ചെയ്തെടുക്കും. അപ്പം ഇതൊരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യേണ്ട പരിപാടിയാണത്. ഇന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ നാളെ ഓണം ആയതുകൊണ്ട് നമ്മൾ ക്ലീനിങ്ങും കാര്യമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നടക്കത്തില്ല. പിന്നെ ഇതിപ്പം ഇത് ഞങ്ങളുടെ ഒരു ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്കായിരുന്നു. അത് വന്നിട്ട് ആൾട്രേഷൻ കൊടുത്ത് അതിങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. അത് സ്കൂട്ടി ഇവിടെ ഇല്ലാത്തപ്പോൾ മാത്രമേ പുള്ളിക്കാരൻ ഇത് എടുക്കത്തുള്ളൂ. അങ്ങനെ പെട്ടെന്നൊന്നും എടുത്തൊന്നും പുറത്തൊന്നും കൊണ്ടുപോകത്തില്ല. ഇതിൻ്റെ ഒരു രൂപം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഫൈനൊക്കെ കിട്ടും. അപ്പം ഞാൻ എൻ്റെ താഴത്തെ പണികളെല്ലാം തീർത്ത് മുകളിൽ കയറി വന്നു. അപ്പോൾ നമ്മളെ നോക്കി ഇവിടെ കുറച്ച് പേരിങ്ങനെ ഇരിപ്പുണ്ട്, എന്താ വരാൻ താമസിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർത്തുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കയറി വരുന്നത് എവിടെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു വെക്കും, അല്ലെങ്കിൽ അവരത് ചവിട്ടി പൊട്ടിക്കും. പിന്നെ ഒരു 10 മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 7-8 മുട്ടയൊക്കെ കിട്ടത്തുള്ളൂ. 1-2 എണ്ണം ചവിട്ടി പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അവർ തന്നെ കുത്തി കുടിക്കുകയൊക്കെ ചെയ്യും. ഇത് പുതിയ കുഞ്ഞുങ്ങളാണ്, ഞാൻ അടവെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കാണിച്ചത്. അവർ ഇനി ഒരു മാസത്തിൽ മുട്ടയിടാൻ തുടങ്ങും. ഇത് നമ്മുടെ പഴയ താറാവും കുഞ്ഞുങ്ങൾ തന്നെയാണ്, അവർ മുട്ടയിടുന്നുണ്ട്. 1-2 മുട്ടയൊക്കെ കിട്ടത്തുള്ളൂ. 6-7 താറാവുണ്ടെങ്കിലും ദിവസം 1 മുട്ട 2 മുട്ടയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പിന്നെ 2 അമ്മമാരുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഇവരെയൊക്കെ ഞാൻ പുറത്ത് ഇറക്കി വിടും. ഇത് ഞങ്ങളുടെ സുന്ദരി കോഴിയമ്മയാണ്, കുഞ്ഞാണ്, 3 മാസമായതേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ ആൺമുയൽ, ഇത് പെൺമുയൽ. ഇവള് പ്രഗ്നൻ്റാണ്, കുറച്ച് ദിവസത്തിൽ കുഞ്ഞ് ഇടുമെന്ന് തോന്നുന്നു. ഇതിപ്പം 2-മത്തെയോ 3-മത്തെയോ പ്രാവശ്യം ഉണ്ടായ കുഞ്ഞുങ്ങളിലെ 2 കുഞ്ഞുങ്ങളാണിത്. 4 പേരുണ്ടായിരുന്നു, 2 എണ്ണം ചത്തുപോയി. ഞാനിങ്ങനെ വിറ്റിട്ടൊന്നുമില്ല ഇതുവരെ മുയലും കുഞ്ഞുങ്ങളെ. ഒന്നുകിൽ അവൾ മുയൽ കുഞ്ഞിട്ടിട്ട് അവൾ തന്നെ ചിലപ്പോൾ തിന്നുന്നത് കാണാം. ഞാൻ കയറി വരുമ്പോഴത്തേക്കിന് കുഞ്ഞിനെയൊക്കെ അവൾ തിന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ബ്ലഡൊക്കെ കാണുമ്പോഴായിരിക്കും കുഞ്ഞിനെ ഇട്ടത് തന്നെ നമ്മൾ അറിയുന്നത്. പ്രഗ്നൻ്റ് ആയിരുന്നത് തന്നെ ചിലപ്പോൾ അപ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, മുടിയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ താറാവിന് ഇവിടെ ടാങ്ക് കഴുകാൻ കിടക്കുവാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ച് അവർക്ക് കുളിക്കാനും കളിക്കാനൊക്കെ ആയിട്ട് പാത്രത്തിലാണ് വെള്ളം വെച്ച് കൊടുത്തേക്കുന്നത്. അവരപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ വലിയ പ്രശ്നമില്ലാത്ത താറാവ് അങ്ങനത്തെ കോഴികളൊക്കെ ഉണ്ട്. അവരെ ഞാൻ ടെറസേ വിട്ടിട്ട് പോകും. രാവിലെ വന്നിട്ട് ടെറസയിലോട്ട് അഴിച്ചു വിട്ടിട്ട് പോകും. അവരത് എന്നിട്ട് അവിടെ ഇവിടെ വെള്ളവും തീറ്റയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ അത് അവിടെ ഇവിടെയൊക്കെ പോയി തിന്നുകയും വെള്ളവും കുടിക്കുകയൊക്കെ ചെയ്തോളും. ഇവർ താഴത്തോട്ട് പറന്നൊന്നും ഇറങ്ങി വരത്തില്ല, സ്റ്റെപ്പൊന്നും ഇറങ്ങത്തില്ല, ഈ ടെറസേ തന്നെ നിന്നോളും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരെ ഞാനിങ്ങനെ പുറത്ത് നിർത്തിയിട്ടായിരിക്കും വരുന്നത്. ബാക്കിയുള്ളവരെ കൂട്ടിൽ അടച്ചിടും. അപ്പോൾ ഇങ്ങനെ പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകിയിട്ടു. അപ്പോൾ ഞാൻ താഴെ വന്നപ്പോൾ ഒരു ലെമൺ ജ്യൂസ് ഇട്ട് കുടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം തേനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് തന്നതാണ്, നാട്ടിലുള്ള അവൾ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ് തേന്. അപ്പം ഞാനിങ്ങനെ അത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പഴമൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനെപ്പോഴും മേളിപ്പൊന്ന് പോയ താഴെ വന്ന് കുളിക്കും. പക്ഷേ ഇന്നിപ്പോൾ കുളിക്കുന്നില്ല, കുറച്ച് പണിയും കൂടി ഉണ്ട്, തീർത്തിട്ട് കുളിക്കാമെന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഇന്നലെ ഞാനൊരു ചെറുതായിട്ട് പെട്ടെന്ന് എളുപ്പത്തിനൊരു ചെറിയ പായസം ഉണ്ടാക്കിയായിരുന്നു പിള്ളേർക്ക് വൈകുന്നേരം ചായക്ക് പകരമായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ ഇരുന്നത് ഓർത്ത് പെട്ടെന്ന് ചൂടാക്കി അത് കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വാട്സപ്പ് കാര്യങ്ങളൊക്കെ നോക്കും.
പെട്ടെന്ന് ആർക്കെങ്കിലും മെസ്സേജൊക്കെ വിടണമെങ്കിൽ വിടും. എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കാര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ നോക്കി വെക്കും. അല്ലാതെ ഇങ്ങനെ മൊബൈലായിട്ട് അങ്ങനെ ഞാൻ മാക്സിമം ഇരിക്കാൻ ശ്രമിക്കാറില്ല. കാരണം എൻ്റെ സമയം മുഴുവനും പോകും. പിള്ളേർ വരുന്നതിന് മുമ്പ് നമുക്ക് പണിയെല്ലാം ചെയ്ത് തീർക്കണം. ഫോൺ എടുത്ത് കൈ പിടിച്ചാലേ എൻ്റെ കാര്യം പോക്കാം. ഞാൻ പിന്നെ ഒരു വീഡിയോ കണ്ട് പിന്നെ എൻ്റെ പുറകെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാക്സിമം ഞാനതങ്ങ് അവോയ്ഡ് ചെയ്ത് വെച്ചേക്കും. അപ്പം ഞാനിപ്പോൾ തലയിൽ തേക്കാനായിട്ട് കറ്റാർ വാഴയും തൈരും കൂടെയാണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു മുട്ടയും കൂടെ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ പക്ഷേ മുട്ട ചേർത്തിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഊറ്റിയായിരുന്നു. അല്ലെങ്കിൽ ആദ്യം ഇച്ചിരി തലയിലോട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഈ മിശ്രിതം തല തേക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അത് തല തേച്ച് പിടിപ്പിച്ച് അത് ഉണങ്ങാൻ വേണ്ടി വിട്ടേക്കുന്നു. പിന്നെ ഞാൻ കാലിൽ ചൂടുവെള്ളം വെച്ചൊന്ന് കാലൊന്ന് തേച്ച് കഴുകാനായിട്ട്. അപ്പോൾ അതിലൊരു ലെമണ്, മഞ്ഞൾപ്പൊടി, ഉപ്പുകല്ല്, ഷാമ്പു ഇതെല്ലാം ഇടും. ഇതെല്ലാം ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കാലതിൽ മുക്കി വെക്കും. കാരണം ഞാനിങ്ങനെ മുകളിൽ ടെറസിൽ വെയിലൊക്കെ അടിക്കുന്നുണ്ട്. ഈ കാലിനെല്ലാം കരുവാളിപ്പൊക്കെ വരാറുണ്ട്. പിന്നെ അപ്പോൾ എനിക്കിങ്ങനെ ഒരു 2 ആഴ്ച കൂടുമ്പോഴേലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഞാൻ മാക്സിമം ഇങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഓണത്തിൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ പെടുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷമൊക്കെ വരുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പായ്ക്കിടുന്നത് വളരെ ഇഷ്ടമാണ്. തലയിലോ മുഖത്തോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പായ്ക്കിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സമയമുള്ളതുപോലെയൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ കാലെല്ലാം തേച്ച് കഴുകി എല്ലാം വൃത്തിയാക്കുവാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കും. പിന്നെ ഇപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് ഇന്ന് ചോറും ചിക്കൻ കറിയും ആണ്. അപ്പം രാവിലെ ചാറുകറി ഉണ്ടാക്കിയത് തീർന്നു പോയായിരുന്നു. അപ്പം ഞാൻ തൈരെടുത്തിട്ട് അതിലോട്ട് 2-3 ചെറിയ ഉള്ളി ഇങ്ങനെ ഞെരടി ചേർത്താണ് കഴിക്കേണ്ടത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് തൈരും ചെറിയ ഉള്ളിയും കൂടെ വെച്ച് ചോറ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. തുണിയെല്ലാം അയൺ ചെയ്ത് വെച്ചു. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ കിട്ടി. വൈകിട്ട് 6 മണിയായപ്പം കൊച്ചിന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് പോയി. അപ്പോൾ അവിടെ 1.5-2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ എടുക്കുന്ന വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും. പിന്നെ ബാലൻസ് വീഡിയോ രാത്രി വന്നിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് രാവിലെ അപ്ലോഡിങ്ങിന് ഇടും. പക്ഷേ അത് അപ്ലോഡായി വീഡിയോ ആയിട്ട് കിട്ടാനായിട്ട് വൈകുന്നേരം ആകും. അതിങ്ങനെ പതിയെ നെറ്റൊക്കെ സ്ലോ ആണ്, ഭയങ്കര പാടായിരിക്കും. അപ്പം ഇത് വളരെ കഷ്ടപ്പാടാണ്. ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ എന്നോർത്താണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത്. നല്ല ആദ്യം എനിക്ക് ഇത്രയും കഷ്ടപ്പാടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ വന്നിട്ട് ആ ചിക്കൻ കറിക്കകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊരു ചാറുകറിയാക്കി എടുത്തു. പിന്നെ ചപ്പാത്തിയും ഇടിയപ്പവും ഉണ്ടാക്കിയായിരുന്നു. അപ്പം ബാക്കി ഇനിയിപ്പം ഈ എടുക്കുന്ന വീഡിയോ ഞാൻ രാത്രിയിലിരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.